ഹായ്, എൻ്റെ പേര് വിനീഷ്. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നമ്മൾ റൺവേ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനുണ്ട്. ആ മെഷീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ എങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിൽ പോകാം. നിങ്ങൾ ഈ കാണുന്നതാണ് മെഷീൻ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ട്രാളയൊക്കെ കൂട്ട് സെൻട്രലിൽ നിന്ന് വളയുന്നതാണ് മെഷീൻ. ഇതിൻ്റെ സെൻട്രലിലെ ബ്രഷാണ്. കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബ്ലോവറാണ്. ഇതിലൂടെ ചൂടുള്ള കാറ്റ് വന്നിട്ട് മഞ്ഞിനെ ഉരുക്കി മാറ്റും. അതാണ് അതിൻ്റെ വർക്കിംഗ്. രണ്ട് സൈഡിലോട്ടും അടിക്കും. ഇത് ആ സൈഡിലോട്ടും പോകും, ഈ സൈഡിലോട്ടും പോകും. ബ്രഷ് മഞ്ഞിനെ ഇളക്കി വിടും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുൾ ബോഡി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഇതിൻ്റെ ഇതാണല്ലോ, ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് മേലോട്ടാക്കി കഴിഞ്ഞാൽ ഓഫാകും, താഴോട്ടായി കഴിഞ്ഞാൽ ബാറ്ററി ഇന്നാവും. അതുപോലെ തന്നെ പുറകിലുമുണ്ട്. 2 എഞ്ചിനാണ് ഇതിലുള്ളത്. ഇത് സെക്കൻഡ് എഞ്ചിനാണ് പുറകിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ ഫ്യൂൽ കൺസംഷനുള്ള സ്ഥലം. ഇതിൽ ഇത് കണ്ടാവും. ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഓണാക്കിയതിന് ശേഷം നമ്മൾ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. ക്യാബിന് ഉള്ളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ എൻട്രൻസ്. ഇതിന് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ ഓടിക്കാം. ഓക്കെ, ഇതാണപ്പം ക്യാബിനുള്ളിലെ ഒരു കാഴ്ച. ലൈറ്റ് നട്ടേക്കാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കിടക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇത് ബ്ലോവറുണ്ട്. ഇതാണ് ബ്ലോവർ. നല്ലപോലെ ക്യാബിൻ ചൂടാവും. തണുപ്പൊന്നും നമ്മൾ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ. ഒത്തിരി ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഇരിക്കുന്നോട്ട് തോന്നും. ഇത് നമ്മൾ ഫ്രണ്ട് എൻജിൻ്റെ സിസ്റ്റമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഈ പാനൽ മുഴുവൻ സ്റ്റിയറിങ്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് പുറകിലത്തെ എൻജിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിപ്പോൾ സ്റ്റാർട്ടാണ് മെഷീൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഈ ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പുറകിലത്തെ എൻജിന് സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് റൈറ്റ് ലെഫ്റ്റ് എന്നാണ് ഇതിൻ്റെ കാണിക്കുന്നത്. ഇത് ബ്ലോവറിൻ്റെ സിമ്പിൾ, ഇത് ബ്രഷിൻ്റെ സിമ്പിൾ, ഇത് ബ്ലോവറിൻ്റെ സിമ്പിൾ. ഇപ്പോൾ റൈറ്റ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബർഫെല്ലാം സ്പ്രേ ചെയ്തിട്ട് റൈറ്റിലോട്ട് പോകും. ലെഫ്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പം അത് ലെഫ്റ്റിലോട്ടും പോകും. സെയിം ഫങ്ഷനാണ് ഇതിന്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ബ്രഷ് പൊക്കണമെങ്കിൽ താക്കണമെങ്കിൽ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോഴാണ്. ഈ കാണുന്നത് ബ്രഷിൻ്റെ സ്പീഡ്, ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതാണ്. ഇത് ഫ്യൂവൽ, ഇതിൻ്റെ RPM ആണ്. ഇതിൻ്റെ ടൂള്, ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ എൻജിൻ ഇൻഫർമേഷൻ, ഹൈഡ്രോളിക് ഇൻഫർമേഷൻ, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ക്യാബിൻ ഉണ്ടല്ലോ, ഫ്രണ്ടിലെ എൻജിൻ, അതിൻ്റെ വർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഫ്രണ്ട് എൻജിൻ്റെ ഫസ്റ്റ് ബ്ലേഡാണ് വരുന്നത്. ബ്ലേഡിൻ്റെ സ്റ്റിക്ക് ഇതാണ്. ഇത് നമ്മൾ ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത് അപ്പ് ചെയ്യുമ്പം നമ്മുടെ ബ്ലേഡ് അപ്പാവും. കണ്ടില്ലേ, അപ്പാവുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഇത് തന്നെ പ്രസ് ചെയ്ത് താഴോട്ടാക്കി കഴിഞ്ഞാൽ അത് താഴോട്ടായിക്കോളും. എല്ലാം ഓട്ടോമാറ്റിക് കാലിബ്രേഷനാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കാണ്. നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുന്നു.
പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ റിവേഴ്സ് ഫോർവേഡിങ് സിസ്റ്റം. ഇത് ഫ്രണ്ടോട്ടാക്കി കഴിയുമ്പോൾ ഫോർവേഡ് ആവും, തിരിച്ച് പുറകോട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് ഇടുമ്പോൾ റിവേഴ്സിലിട്ടാകും. ഈ കാണുന്നത് മാനുവൽ ഓട്ടോമാറ്റിക്. നമ്മൾ മാനുവൽ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആവും, തിരിച്ച് അതേ തന്നെ അവിടെ തന്നെ ഒരു പ്രസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത് മാനുവലുമായിട്ട് മാറും. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ, റിവേഴ്സ് ഫോർവേഡിൻ്റെ. നമുക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിട്ടും ഒക്കെ തോന്നും, പക്ഷേ ഓപ്പറേറ്റിംഗ് വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ. Never seen nobody like me. Bringing all my guns to your hot teeth. Willing in this game that I might be sending you sick.